നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് ബസും കാറും കൂട്ടിയിടിച്ച് വൻ അപകടം. ഇന്ന് രാവിലെ 10:15 സംഭവം. പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മയക്കുമരുന്ന് കേസിലും മോഷണ കേസിലും ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയായ ഇസൻപുരം സ്വദേശി രതീഷ് പിടിയിൽ. വേലുപ്പാടം സെയിന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDFന് മികച്ച വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് നേതാക്കൾ. വിശദമായ വാർത്തയിലേക്ക്. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് ബസും കാറും കൂട്ടിയിടിച്ച് വൻ അപകടം. ഇന്ന് രാവിലെ 10:15 സംഭവം. കല്ലായിൽ ട്രാൻസ്പോർട്ടിന്റെ ബസും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. പുതുപ്പാടത്ത് വെച്ച് കല്ലായിൽ ബസും എതിർദിശയിൽ നിന്ന് വന്നിരുന്ന കാറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ ഡ്രൈവറായ വരവട്ടൂർ തരളങ്ങാട്ട് വീട്ടിൽ 60 വയസ്സുകാരനായ അസീസിന് ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബസ് കണ്ടക്ടർ ഷാജിക്കും ഏതാനും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ടോൾ പ്ലാസയിലെ സെക്യൂരിറ്റി ഗാർഡായ രാജസ്ഥാൻ സ്വദേശി നിമറാമിനാണ് മർദ്ദനമേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 2:30 സംഭവം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ യാത്രക്കാരാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരനെ മർദ്ദിക്കുകയായിരുന്നു. ഫാസ്ടാഗ് റീഡ് ചെയ്ത കാർ മുന്നോട്ട് നീക്കി നിർത്തിയ ശേഷം കാറിൽ നിന്ന് 3 പേർ ഇറങ്ങി വന്നാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. രണ്ടാമത്തെ ബൂത്തിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. മറ്റൊരു ബൂത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരാളെ കൂടെയുണ്ടായിരുന്നവർ മാറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. ടോൾ പ്ലാസയിലെ ബൂം ബാരിയറുകൾ തകർത്ത ഇവർ വാഹനങ്ങളും കടത്തിവിടുകയായിരുന്നു. ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചിറക്കൽ വീട്ടിൽ 64 വയസ്സുള്ള സോമനാഥ് പണിക്കരാണ് വീടിനകത്ത് തൂങ്ങി മരിച്ചത്. BRD സെക്യൂരിറ്റി കമ്പനിയുടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 80 ലക്ഷം രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സോമനാഥ് പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ കിട്ടിയില്ലെന്ന് പറയുന്നു. ജപ്തി നടപടികൾക്കായി ആമിൻ ഉൾപ്പെടെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ബുധനാഴ്ച ഉച്ചയ്ക്കെത്തിയിരുന്നു. ഇതിനിടയിലാണ് വീടിനകത്ത് ഇയാൾ തൂങ്ങി മരിച്ചത്. ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ സോമനാഥ് പണിക്കരെ ഭാര്യ ലതികയും അയൽവാസികളും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണവിവരം അറിഞ്ഞ ഉടനെ ജപ്തി നടപടികൾ വേണ്ടെന്ന് വെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. ചാലക്കുടി SHO KK സജീവിന്റെ നേതൃത്വത്തിൽ പോലീസ് സോമനാഥ് പണിക്കരുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 2012 സോമനാഥ പണിക്കർ വീട് പണയപ്പെടുത്തി വായ്പയെടുത്തത്. പലിശയടക്കം 1 കോടിയിലധികം രൂപ ഇപ്പോൾ അടയ്ക്കാനുണ്ട്. ഇതിനിടെ 3 ദിവസം മുൻപ് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വന്ന് സോമനാഥ് പണിക്കർ ഇല്ലാത്ത നേരത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നതായി പറയുന്നു. ഇത് സംബന്ധിച്ചും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരുമായി തർക്കമുണ്ടായിരുന്നു. BJP പ്രാദേശിക നേതാവാണ് സോമനാഥൻ പണിക്കർ.
2010 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചേനത്തുനാട് വാർഡിൽ നിന്നും മത്സരിച്ചിരുന്നു. 15 വർഷം മുൻപാണ് ഇയാൾ ലതികയെ രണ്ടാം വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യയുമായി നേരത്തെ ബന്ധം വേർപെടുത്തിയിരുന്നു. മയക്കുമരുന്ന് കേസിലും മോഷണ കേസിലും ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയായ എസൻപുരം സ്വദേശി രതീഷ് പിടിയിൽ. കഞ്ചാവ് കേസിലും മോഷണ കേസിലും അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ മാള പോലീസ് പിടികൂടി. എസൻപുരം സ്വദേശി മനപ്പിള്ളി വീട്ടിൽ രതീഷാണ് പിടിയിലായത്. മേലടൂർ ജംഗ്ഷനിൽ വെച്ച് സർക്കാർ നിയമം മൂലം നിരോധിച്ച മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 20 ഗ്രാം കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും കുഴൂർ വിളക്കുങ്കാൽ ജംഗ്ഷന്റെ സമീപത്തുള്ള പറമ്പിൽ കെട്ടിയിട്ടിരുന്ന 3 പോത്തുകളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലും അറസ്റ്റിലായതിനു ശേഷം കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്ന രതീഷിനെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറണ്ട് പ്രകാരമാണ് രതീഷിനെ അറസ്റ്റ് ചെയ്തത്. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദ കർമ്മം തൃശൂർ രൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെബിൻ പനക്കൽ CMI, കൈക്കാരന്മാരായ ജസ്റ്റിൻ മുള്ളൂർ, ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, സിനിൽ കൊടുമ്പലായി പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പ്രതിമ മാറ്റി 6 അടി ഉയരത്തിലുള്ള കരിങ്കൽ മാതൃകാ പ്രതിമയാണ് സ്ഥാപിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി വഴിപാടായി 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പ്രതിമ നിർമ്മിച്ചത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിപാടുകാരനായ വേണു കുന്നപ്പിള്ളിയെയും ശില്പി ഉണ്ണി കാനായിയെയും ദേവസ്വം ആദരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDFന് മികച്ച വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നേതാക്കൾ. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതായി നേതാക്കൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അളഗപ്പനഗർ, തൃക്കൂർ, പുതുക്കാട് എന്നീ 3 പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തുവാനും വരന്തരപ്പള്ളിയിൽ ഭരണം തിരിച്ചുപിടിക്കുവാനും മറ്റുത്തൂരിൽ വൻ തിരിച്ചുവരവ് നടത്താനും UDFന് കഴിഞ്ഞു. നെന്മണിക്കരയിൽ 1 നിന്ന് 3 സീറ്റായി വർദ്ധിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്തിലും 4 സീറ്റുകളിലേക്ക് ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പിൽ പുതുക്കാട് മണ്ഡല അടിസ്ഥാനത്തിൽ UDFന് വൻ വോട്ട് വർധനവാണ് ഉണ്ടായത്. അതേസമയം LDFന്റെ 9753 വോട്ടുകളും BJPയുടെ 23,948 വോട്ടുകളും കുറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDF ചരിത്ര വിജയം നേടും. ഇതിനായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. UDF നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ്, അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കൂടി ഗ്രാമിന് 12,360 രൂപ, പവന് 98,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് ബസും കാറും കൂട്ടിയിടിച്ച് വൻ അപകടം. ഇന്ന് രാവിലെ 10:15 സംഭവം.
പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മയക്കുമരുന്ന് കേസിലും മോഷണ കേസിലും ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയായ ഇസൻപുരം സ്വദേശി രതീഷ് പിടിയിൽ. വേലുപ്പാടം സെയിന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDFന് മികച്ച വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് നേതാക്കൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.